ഓണത്തോടനുബന്ധിച്ച് മധ്യ കേരളത്തിൽ കണ്ടുവരുന്നതും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതുമായ ആയോധന കലാരൂപമാണ് ഓണത്തല്ല്. പാലക്കാട് ജില്ലയിലെ പല്ലശ്ശനയിൽ തിരുവോണ ദിവസവും അവിട്ട ദിവസവുമാണ് തല്ല് നടക്കുന്നത്. പല്ലശ്ശനയിലെ വിവിധ ദേശക്കാരുടെ നേതൃത്വത്തിൽ രണസ്മരണകൾ ഉണർത്തി ഓണത്തല്ല് ആഘോഷിച്ചു. കാർഷിക സംസ്കാരത്തിലും പാരമ്പര്യത്തനിമ വിളിച്ചോതുന്നതുമായ ഓണമാണ് പാലക്കാട് ജില്ലയിലേത്. ഓണസദ്യ കഴിഞ്ഞാൽ പിന്നെ പല്ലശ്ശനക്കാർക്ക് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യത്തിന്റെ തുടർച്ചയായ ഓണത്തല്ലിനൊരുങ്ങാനുള്ള സമയമാണ്. പൈതൃക പെരുമയോടെ ഓണത്തല്ലും അവിട്ടത്തല്ലും പല്ലശ്ശനയിൽ അരങ്ങേറി. അവിട്ട ദിനത്തിൽ ആർപ്പുവിളികളോടെ തല്ലുമന്തിൽ എത്തി നിരയോട്ടം നടത്തി. ദേശക്കാരണവന്മാർ എല്ലാ സമുദായക്കാരും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. എത്തിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം തല്ലിന് തുടക്കമായി. നമ്മുടെ ഈ വർഷത്തെ 2024 ഓണത്തല്ല് അവിട്ടത്തല്ലായിട്ട് നമ്മുടെ ഈ സമുദായത്തിൽ നായർ സമുദായത്തിൽ ഇത് അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ അയൽ ദേശത്തെ രാജാവും ഇവിടുത്തെ രാജാവും തമ്മിലുണ്ടായിട്ടുള്ള ഒരു യുദ്ധത്തിൻ്റെ മുറവിളിയാണ്. അതിൻ്റെ ഭാഗമായി ഈ ദേശത്തെ രാജാവിനെ ചതിച്ചു കൊല്ലുകയും അതിന് പകരം ചോദിക്കാനായി ഇവിടുത്തെ പ്രജകൾ ഒരുമ്പെടുകയുമാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം. പല്ലശ്ശനയുടെ രാജാവിനെ ചതിച്ചു കൊന്ന അയൽ രാജാവിനെതിരെ ദേശവാസികൾ ഒരുമയോടെ പടനയിച്ച് യുദ്ധം ചെയ്തുവെന്നാണ് വിശ്വാസം. യുദ്ധവീര്യവും രാജഭക്തിയും വിളിച്ചോതി ദേശവാസികൾ നടത്തിയ ആ പോർവിളിയുടെ ഓർമ്മ പുതുക്കലാണ് വർഷാവർഷമുള്ള ഓണത്തല്ലും അവിട്ടത്തല്ലും എന്നാണ് പറയപ്പെടുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്.